സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് സദഖാത്തിലെ തർഹീബ് മിൻ മൻഇ സക്കാത്ത്, സക്കാത്ത് നൽകാതിരിക്കുന്നവൻ്റെ ഗൗരവവും അതുപോലുള്ള കാര്യങ്ങളും പരാമർശിക്കുന്ന ഹദീസുകളിൽ അടുത്ത ഹദീസ് വറവാ അൽ അസ്ബഹാനി അൻ അലി റളിയല്ലാഹു അൻഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില الربا وموكله وشاهده وكاتبه والواشمة والمستوشمة ومانع الصدقة والمحلل والمحلل له. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു. ആകില റിബ വ മൂക്കിലഹു, പലിശ തിന്നുന്നവനും അത് തീറ്റിക്കുന്നവനും, അഥവാ പലിശ വാങ്ങുന്നവനും നൽകുന്നവനുമെല്ലാം. വശാഹിദഹു, അതിന് സാക്ഷിയാവുന്നവനും. വകാതിബഹു, അത് രേഖപ്പെടുത്തുന്ന, അതിൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നവനും. വൽ വാഷിമത വൽ മുസ്തൗഷിമത, മുടി സ്ത്രീകളും മറ്റുമെല്ലാം മുടി വെച്ച് ചേർക്കുന്ന, അതിന് ആവശ്യപ്പെടുന്നവരും അത് ചെയ്യുന്നവരും. വമാനി അസ്സദഖ, സദഖ നൽകാത്തവൻ, അഥവാ സക്കാത്തൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അത് നൽകാതെ തടയുന്നവൻ. വൽ മുഹല്ലില വൽ മുഹല്ലലഹു, മുഹല്ലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ 3 തവണ തൊലാഖ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ആ സ്ത്രീയെ പിന്നീട് ഹലാലായി വിവാഹം കഴിക്കാൻ വേണ്ടി ഒന്നാമത്തെ മുഹല്ലലഹു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ തൊലാഖ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വിവാഹത്തിന് വേണ്ടി വിവാഹം കഴിക്കുകയും എന്നിട്ട് അതിന് ശേഷം തൊലാഖ് ചെയ്യുകയും ചെയ്യുന്ന രീതി ആളുകൾക്ക് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാണ് മുഹല്ലിൽ. അങ്ങനെ ചെയ്യുന്നവൻ മുഹല്ലിൽ. ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അഥവാ ആ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവാണ് മുഹല്ലലഹു എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹു റസൂൽ ഒരുമിച്ച് ശപിച്ചിട്ടുള്ള പിന്നെ ഓരോ കാര്യങ്ങളെ കാണാം. അപ്പോൾ ശാപം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു പിന്നെ വൻപാപമായിട്ടാണ് പരിഗണിക്കുക. ശാപം വന്നിട്ടുള്ള ആ തെറ്റുകൾ പിന്നെ വൻപാപമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇതിൽ സക്കാത്ത് നൽകാത്തവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. وعن ثوبان رضي الله عنه أن رسول الله صلى الله عليه وسلم قال من ترك بعده كنزا مثل له يوم القيامة شجاعا أقرأ, ആരെങ്കിലും അവൻ്റെ അനന്തരമായിട്ട് അവൻ വിട്ടേച്ചു പോവുകയാണ് സക്കാത്ത് നൽകാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്വർണമോ വെള്ളിയോ അങ്ങനെയൊക്കെ വിട്ടേച്ചു പോവുകയാണെങ്കിൽ നാളെ പരലോകത്ത് അതൊരു വലിയ പാമ്പിൻ്റെ രൂപത്തിലായിട്ട് മാറും. ലഹു ജബീബറ്റാൻ, അത് ആ പാമ്പിൻ്റെ കണ്ണിന് മുകളിലായിട്ട് 2 അടയാളങ്ങൾ ഉണ്ടാവും, അഥവാ മാരക വിഷമുള്ള പാമ്പാണെന്ന് അറിയിക്കുന്ന. യത്ബഉഹു ഫയഖൂലു മൻ അൻത, അത് ഇവനെ പിൻപറ്റിക്കൊണ്ട് ഇവന്റെ പിന്നാലെ വരും. അപ്പോൾ ചോദിക്കും, നീ ആരാണ് ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ ആ പാമ്പ് പറയും, അന കൻസുകല്ലദീ ഖല്ലഫ്ത, നീ വിട്ടേച്ചു പോയ അല്ലെങ്കിൽ നീ സക്കാത്ത് നൽകാതെ പോയ നിന്റെ സ്വത്തും സമ്പത്തും എല്ലാമാണെന്ന് പറയും. ഫലാ യസാലു യത്ബഉഹു ഹത്താ യുൽഖിമഹു യദഹു ഫയഖ്മമുഹാ, ആ പാമ്പ് അവൻ്റെ പിന്നാലെ തന്നെയാകും അവസാനം അവൻ്റെ കൈ അതിൻ്റെ വായിൽ അവൻ വെക്കുന്നത് വരെ. അങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മൊത്തം ആ പാമ്പ് വിഴുങ്ങുന്നതാണ് എന്നുള്ളത്. അഥവാ സക്കാത്ത് നൽകാതെ സ്വർണമോ വെള്ളിയോ സമ്പത്തോ കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുന്നവന് നാളെ പരലോകത്തുള്ള ശിക്ഷയാണ്. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إن الذي لا يؤدي زكاة ماله يخيل إليه ماله يوم القيامة شجاعا أقرأ, സക്കാത്ത് നൽകാത്ത സമ്പത്ത് നാളെ പരലോകത്ത് ഇതുപോലെ പാമ്പിന്റെ രൂപത്തിൽ വരും. ലഹു ജബീബത്താൻ, മാരകമായ വിഷമുള്ളതാണെന്ന് അറിയിക്കുന്ന 2 അടയാളങ്ങൾ ഉണ്ടാവും അതിന്. قال فيلزمه أو يطوقه يقول أنا كنزك أنا كنزك, അവനെ അത് ചുറ്റി പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നീ പൂഴ്ത്തി വെച്ച നിന്റെ സക്കാത്ത് നൽകാതെ നിന്റെ സമ്പത്താണ് എന്ന പാമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من آتاه الله مالا ഫലം യുഅദ്ദി സക്കാത്തഹു, ഒരാൾ അവൻ അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട് എന്നിട്ട് അവൻ എന്ത് ചെയ്തില്ല, സക്കാത്ത് നൽകില്ല.
മുസ്തില ലഹു യൗമൽ ഖിയാമ ശുജാഅൻ അഖ്റ, അത് അവന് നാളെ പരലോകത്തൊരു വലിയ പാമ്പിന്റെ രൂപത്തിലായി വരും. ലഹു സബീബത്താൻ യുതവ്വിഖു യൗമൽ ഖിയാമ സുമ്മ യഖുദു ബിലിഹിസ്മതൈഹി യഅനി ഷിദ്ഖൈ, ആ പാമ്പ് അവന്റെ ചുറ്റി പൊതിഞ്ഞുകൊണ്ട് അവന്റെ താടിയെല്ലുകളെ അത് കടിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവും. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും അന മാലുക് അന കൻസുക്, ഞാനാണ് നിന്റെ സമ്പത്ത്, ഞാനാണ് നീ പൂഴ്ത്തിവെച്ച സ്വത്ത്. സുമ്മ തലാ ഹാദിഹിൽ ഹായ വലാ തഹ്സബന്ന ലദീന യബ്ഖലൂന, ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അഥവാ സ്വത്ത് പൂഴ്ത്തി വെക്കുന്നവൻ, പിശുക്കി സക്കാത്ത് നൽകാതെ എടുത്തു വെക്കുന്നവൻ, അവനത് ഖൈറാണെന്ന് വിചാരിക്കേണ്ട, അത് ഷെറായിരിക്കും, അത് അവനെ ചുറ്റി പൊതിയുന്ന അവസ്ഥ പരലോകത്തുണ്ടാകുമെന്ന്. وعن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم مانع الزكاة يوم القيامة في النار, സക്കാത്ത് നൽകാത്തവൻ, അത് തടഞ്ഞു വെക്കുന്നവൻ നാളെ പരലോകത്ത് നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം സക്കാത്ത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് നൽകാതിരിക്കുക എന്നുള്ളത് ഒരാൾ നരകാവകാശിയാകാൻ കാരണമാകും. وعن بريدة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما منع قوم الزكاة إلا ابتلاهم الله بالسنين, ഒരു സമൂഹവുമില്ല സക്കാത്ത് തടയുന്നവരായിക്കൊണ്ട്, അഥവാ ആരെങ്കിലും സക്കാത്ത് നൽകാതെ ഒരു സമൂഹം മാറുകയാണെങ്കിൽ അവരെ അല്ലാഹു തആല ദാരിദ്ര്യം നിറഞ്ഞ കൃഷിയോ വിളവുകളോ മഴയോ അതൊന്നും ഇല്ലാത്ത ദാരിദ്ര്യം നിറഞ്ഞ വർഷങ്ങളിലൂടെ അവരെ പരീക്ഷിക്കുന്നതാണ് എന്ന് പറയാം. അപ്പോൾ സക്കാത്ത് നൽകാതെ തടഞ്ഞു വെക്കുന്നത് അങ്ങനെ ഒരു ഖൗമ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മേലെ ദുനിയാവിന്റെ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും. മറ്റൊരു റിവായത്തിൽ വലാ മനഅ ഖൗമുൻ സക്കാത്ത ഇല്ലാ ഹബസല്ലാഹു അൻഹുൽ ഖത്റ, ആരെങ്കിലും സക്കാത്ത് ഏതെങ്കിലും കൂട്ടര് നൽകാതെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ മേലെ മഴയെയും തടയും, മഴ വർഷിക്കാത്ത അവസ്ഥയിൽ അള്ളാഹു ആക്കും. അപ്പോൾ സക്കാത്ത് നൽകാതിരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഞാനതിന് അർഹനാണോ അല്ലെങ്കിൽ ഞാൻ സക്കാത്ത് നൽകേണ്ടവനാണോ എന്ന് പഠിച്ച് മനസ്സിലാക്കുകയും എത്രയാണ് ഞാൻ നൽകേണ്ടത് എന്നെല്ലാം കൃത്യമായി പരിശോധിച്ച് ഓരോ ഹൗലെത്തുമ്പോഴും കൃത്യമായി സക്കാത്ത് നൽകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.